എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആത്മീയ മേഖലകളെടുത്താലും ഭൗതിക മേഖലകളെടുത്താലും അവിടെയൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഏകദേശം ഒരു 75% ആൾക്കാരും ആന്തരികമായി മുറിയപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ ഇന്നർ വൂൺസ് ഉള്ളവരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് മനസ്സിൻ്റെ മുറിവ്, അല്ലേ? മനസ്സിൻ്റെ മുറിവ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് അതങ്ങ് ഉണങ്ങുന്നതല്ല. നമ്മൾക്കറിയാം, ശരീരത്തിന് അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അതിന് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിനൊക്കെ നമ്മൾക്ക് സൗഖ്യം കിട്ടുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മളുടെ മനസ്സിനേറ്റ മുറിവുകൾ അത്ര പെട്ടെന്ന് മരുന്ന് കൊണ്ടൊന്നും ഉണങ്ങുന്ന സംഭവമല്ല. ഇനി നമ്മൾക്കറിയാം, നമ്മൾ പല വിധത്തിൽ നമ്മളുടെ മനസ്സിനേറ്റ മുറിവുകളെ ഒന്ന് ഉണക്കുവാനായിട്ട് പല വഴികളും നമ്മൾ തേടാറുണ്ട്, അല്ലേ? നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകാറുണ്ട്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാറുണ്ട്. ഇനി അതുകൂടാതെ നമ്മൾക്കറിയാം, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, പാസ്റ്റർമാർ, അവരുടെ വൈഫുമാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട്. അതായത് ആന്തരികമായ മുറിവ് പറ്റിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ മുറിവുകളെ ഉണക്കുവാൻ, ഇന്നർ ഹീലിങ്സ് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആന്തരിക സൗഖ്യ ധ്യാനം എന്ന് വരെ പറഞ്ഞുകൊണ്ട് കത്തോലിക്കരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് ഒരു പരിപൂർണ വിടുതൽ എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല, എന്നാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം അതിനകത്തുനിന്ന് കിട്ടാറുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്താണ്, പല ആൾക്കാരും ഇതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത് നമ്മളങ്ങ് മനസ്സിലങ്ങ് കൊണ്ട് നടക്കും. എന്ന് വെച്ചാൽ അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് എന്നും പലപ്പോഴും നമ്മളാരും തിരിച്ചറിയാതെ പോവുകയാണ്. നമ്മൾക്കറിയാം, ഈ ആന്തരികമായ മുറിവുകൾ പറ്റിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരോട് വല്ലാത്ത വെറുപ്പ് മനസ്സിലുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മളെ വേദനിപ്പിച്ച ആ വ്യക്തികളോട് കൂടാതെ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളോടൊക്കെ എന്തുണ്ടാകും, നമ്മൾക്കൊരു വെറുപ്പുണ്ടാകും. ഇനി രണ്ടാമത്തത് ഭയങ്കരമായ ക്ഷീണങ്ങൾ, നമ്മളുടെ ശരീരത്തിന് അസുഖങ്ങൾ, ഇങ്ങനെ എന്ന് വെച്ചാൽ ചികിത്സയില്ലാത്ത പല അസുഖങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. പിന്നെ നമ്മളുടെ സമാധാനത്തെ കെടുത്ത്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ സമാധാനത്തെ കെടും. നമ്മളുടെ ഓഫീസുകളിൽ, നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ, നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ നമ്മളുടെ സമാധാനത്തെ കെടുത്തുവാനായിട്ട് ഇത് ഇടയായിത്തീരും എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഇന്ന് പലരും ആത്മീയ ജീവിതം ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ കാരണവും എന്താണ്, ഈ ഇന്നർ മുറിവുകളാണ്. അതായത് അവരുടെ ഹൃദയത്തിനേറ്റ മുറിവുകളാണ് പലരും ഇന്ന് ആത്മീയ ജീവിതം പോലും ഉപേക്ഷിച്ച് പോകുവാനായിട്ട് കാരണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ മക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അവരൊക്കെ ഈ ഒരു മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്ന് വെച്ചാൽ ഒത്തിരി ഹൃദയത്തിന് മുറിവ് പറ്റിയവരാണ്. ഇനി അത് ആരുമാകട്ടെ, നമ്മളുടെ കുടുംബജീവിതങ്ങളിൽ എടുത്താൽ എവിടെയാണെങ്കിലും ഒത്തിരി മുറിവ് പറ്റിയ ആൾക്കാരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താണ്, ഇനി ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആത്മീയമായിട്ട് ആ ഒരു നേതൃത്വം വഹിക്കുന്നതിനോട് അവർക്കൊരു താല്പര്യമില്ലായ്മ വരും, അല്ലെങ്കിൽ അവരുടെ ആ ചെയ്യുന്നതൊരു യാന്ത്രികമാകും, അതൊരു ആത്മാർത്ഥതയില്ലാത്തതായി പോകാറുണ്ട്. ഇനി അടുത്തത് എന്താണ്, ഇവരുടെ തലമുറകളാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അവർക്ക് ആത്മീയത്തിനോടൊരു വെറുപ്പ് തോന്നി അവർ ആ മേഖലകളിൽ നിന്നും അവർ അകന്നു പോകുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി വിശ്വാസികളെ എടുത്താൽ അവർ വിശ്വാസം ഉപേക്ഷിച്ച് അവർ വേറെ മാർഗത്തിലോട്ടൊക്കെ പോകുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്, ഹൃദയത്തിനേറ്റ മുറിവുകളാണ്. എന്ന് വെച്ചാൽ അതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. നമ്മളുടെയൊക്കെ ഹൃദയത്തിന് മുറിയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതിൻ്റെ സമാനമായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ പോലെയുള്ള വ്യക്തികളെ കണ്ടു കഴിയുമ്പോഴൊക്കെ എന്താണ്, ഇത് നമ്മളെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓർക്കുക, അതൊരിക്കലും നമ്മൾക്ക് നല്ലതായിട്ട് ഭവിക്കാറില്ല. കാരണം നമ്മളുടെ ആയുസ്സിനെ തന്നെ അത് കുറച്ച് കളയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. കാരണം എന്താണ്, പലരും ഡിപ്രഷനിലോട്ട് പോകും, അല്ലേ? ടെൻഷൻസ്, സ്ട്രെസ്സ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ആയുസ്സിന് കോട്ടം വരും, അല്ലേ? നമ്മളുടെ ആരോഗ്യത്തിന് കോട്ടം വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഇത് ദോഷമായിട്ട് ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾക്ക് എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ഇരിക്കുവാൻ കഴിയണമെങ്കിൽ എന്താണ്, നമ്മളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകണം, അല്ലേ? മനസ്സിനൊരു സൗഖ്യമുണ്ടാകണം. എന്നാൽ ഇന്ന് പലരും ആ ഒരു മേഖലകളെ ഇങ്ങനെ ചുമ്മാ പോളിഷ് ചെയ്ത് വിടാറാണ് പതിവ്. പലരും അതിനെ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ
നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് തിരിച്ചറിയുക. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ താറുമാറാക്കുന്നുണ്ടാകും ഈ നമ്മളുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ നമ്മളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നിടും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നത്? ഡേഞ്ചറായിട്ട് മാറും അല്ലേ? ഡേഞ്ചറായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇന്ന് പല ആത്മഹത്യകളുടെയും പിന്നിലെടുത്ത് നോക്കുമ്പോൾ അവരെന്താണ്? ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടാകും. ആ ഡിപ്രഷനിലോട്ട് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്താണ്? അവരുടെ ഹൃദയത്തിനേറ്റ മുറിവുകളാണ്. ഓർക്കുക, നമ്മളും പലരെയും മുറിപ്പെടുത്തും, നമ്മളെയും പലരും മുറിപ്പെടുത്തും അല്ലേ? അപ്പോൾ ഈ മുറിപ്പെടുത്തുന്ന വ്യക്തികൾക്ക് അത് അത്ര വലിയ വിഷയമാകത്തില്ല. എന്നാൽ മുറിയപ്പെട്ട വ്യക്തികൾക്ക് അതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആണല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ സത്യസന്ധമായി ജീവിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നന്നായി ജോലി ചെയ്തിട്ട് ജോലി മേഖലകളിൽ നമ്മൾക്ക് കിട്ടാതെ വരുന്ന അംഗീകാരങ്ങൾ, നമ്മൾ നന്നായി പഠിച്ചിട്ട് നമ്മൾക്ക് ആ ഒരു അവിടെ നമ്മൾക്ക് എന്താ പറയുക പറ്റാതെ പോകുന്ന എന്താ പറയുക ഒരു ലഭിക്കാതെ പോകുന്ന അംഗീകാരങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാകും. ആത്മീയ മേഖലകളിൽ എടുത്താൽ നമ്മൾ ഇത്ര ആത്മാർത്ഥതയോടെ നിന്നിട്ടും നമ്മൾക്ക് ഒരു വിലയും ഇല്ലല്ലോ എന്നുള്ളൊരു ചില വേദനകളൊക്കെ നമ്മളുടെ ഉള്ളിൽ വരും. ഇനി അതെല്ലാം പോകട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളുടെ ഈ ഇന്നർ എന്താ പറയുക മുറിവ്, അതായത് നമ്മളുടെ ആന്തരികമായ മുറിവുകളുണ്ട് എങ്കിൽ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ ലഭിക്കാതെ വരും. അങ്ങനെയൊക്കെ ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ എന്താണ്? ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആകെപ്പാടെ എല്ലാം താറുമാറായി കിടക്കുന്ന ഒരു ഭയങ്കരമായൊരു സിറ്റുവേഷനാണ് ഈ ആന്തരിക മുറിവെന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് പലരും അതിനെ തൊട്ടൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മലയാളി പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു ഫിന്നി സ്റ്റീഫൻ സാമുവൽ അങ്ങനെ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹമാണ് തോന്നുന്നു ഇത് ഈ ആന്തരികമായിട്ടുള്ള മുറിവുകളെ തൊട്ടിട്ടുള്ള മിനിസ്ട്രി പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ആദ്യം തുടങ്ങിയത്. എന്നാൽ കത്തോലിക്കരുടെ ഇടയിൽ ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. അവിടെ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ അങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു പാട്ടൊക്കെ ഉണ്ട്, അവരുടെ ഒരു കത്തോലിക്കരുടെ ഇടയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്, ആന്തരിക സൗഖ്യമേകാൻ നീ വരണമേ ദാവീദിൻ സുതനെ എന്നിൽ കനിവ് തോന്നണമേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു വെച്ചാൽ ആ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മളങ്ങ് കരഞ്ഞു പോകുന്ന വിധത്തിൽ നല്ല അർത്ഥവത്തായ ഒരു പാട്ടൊക്കെയാണിത്. അപ്പോൾ അവരുടെ ഇടയിൽ പണ്ട് തൊട്ടേ ഉണ്ട്, കത്തോലിക്കരുടെ ഇടയിൽ പണ്ട് തൊട്ടേ ഈ ഒരു ആന്തരിക സൗഖ്യ ധ്യാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ ആരും അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള സ്പീച്ചുകൾ കേൾക്കുമ്പോൾ പോലും നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്ത് പോകാറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുകയാണ്. നമ്മളുടെ ഹൃദയത്തിനേറ്റ മുറിവ് അത് നമ്മൾക്കല്ലേ മുറിയപ്പെട്ടത്, അത് നമ്മളുടെ മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളതങ്ങ് എന്താണ് നമ്മളുടെ കൂട്ടത്തിൽ നമ്മളങ്ങ് കൊണ്ട നടക്കുകയാണ്. ചിലപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടായിരിക്കും, റീസൺസ് അറിഞ്ഞുകൂടാ അല്ലേ? അമ്മയുടെ ഉദരത്തിൽ നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മുറിയപ്പെട്ടിട്ടുണ്ടാകും നമ്മളുടെ മനസ്സല്ലേ? നമ്മളുടെ അമ്മയ്ക്ക് വന്നിരിക്കുന്ന മുറിവുകൾ അത് കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള മുറിവുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. അതൊന്നും നമ്മളറിയാതെ തന്നെ നമ്മളുടെ വ്യക്തി ജീവിതത്തെ അതൊക്കെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഈ ഫസ്റ്റ് വിടുതൽ എവിടെയാണ് വേണ്ടുന്നത്? നമ്മളുടെ അല്ലേ മനസ്സിനൊരു വിടുതൽ നമ്മൾക്ക് ഉണ്ടാകണം. മനസ്സിനൊരു വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പതിയെ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വിടുതൽ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഓർക്കുക, എനിക്ക് തോന്നുന്നു ഇന്ന് പലരെയും എന്താ പറയുക ഈ ഇന്നർ ഹീലിങ്സിന് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രി ചെയ്യുന്ന പലരുടെയും ഒക്കെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അവർ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയവരായിരിക്കും, അല്ലെങ്കിൽ അവർ മുറിയപ്പെട്ടവരായിരിക്കും. ഈ രണ്ട് ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് മെയിനായിട്ടും ഈ ഒരു മിനിസ്ട്രി ചെയ്യുവാനായിട്ട് ഇടയാകുന്നത്. കാരണം അവർക്കതിൻ്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ? നമ്മൾ മുറിയപ്പെട്ടവർക്ക് അതിൻ്റെ മുറിവിൻ്റെ ആഴം എത്രയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി മുറിപ്പെടുത്തിയവർക്ക് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കത് ദൈവം അതിൻ്റെ ആഴം എത്രയാണെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തോട്ട് വരുവാനായിട്ട് കഴിയുന്നത്? പലപ്പോഴും നമ്മൾ ധ്യാനങ്ങൾ കൂടും, നമ്മൾ ഇങ്ങനത്തെ മിനിസ്ട്രികളിലൊക്കെ നമ്മൾ പങ്കുകൊള്ളും. അപ്പോൾ അവിടെയൊന്നും ചിലപ്പോൾ നമ്മൾക്ക് എന്താണ് ഒരു ഹീലിങ്സ് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ലഭിച്ചു എന്ന് വരത്തില്ല. കാരണം അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? മനുഷ്യരെല്ലാം എപ്പോഴും എന്താണ്? ബലഹീനരാണല്ലേ? മനുഷ്യരെയും കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പണ്ടൊരു അച്ഛൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടതാണ്, ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടതാണ്. അദ്ദേഹം ഒരു ധ്യാന ഗുരുവാണ്. അദ്ദേഹം ഇങ്ങനെ ഇതുപോലത്തെ ഈ ആന്തരിക സൗഖ്യ ധ്യാനമൊക്കെ നടത്തുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ അടുത്തൊരു അപ്പച്ചൻ വന്നു. അപ്പച്ചൻ വന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ആ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. കുറേ ഈ അപ്പച്ചൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഈ അപ്പച്ചനെ കഴിഞ്ഞ് അധികമായിട്ട് അച്ഛൻ ഇരുന്നങ്ങ് കരയാൻ തുടങ്ങി. അച്ഛൻ ഇരുന്നങ്ങ് കരഞ്ഞു. അവസാനം അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ അപ്പച്ചൻ എന്ത് ചെയ്തു? അച്ഛനോട് പറഞ്ഞു, സാരയില്ല അച്ഛാ പോട്ടെ എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ
സിറ്റുവേഷൻ വന്നു എന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഓർക്കുക, മനുഷ്യരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്, അവർക്ക് നമ്മളെ മനസ്സിലാകുന്നതിനൊരു പരിധിയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എന്താണ്, നമ്മളിലേക്ക് അവരുടെ ആ ഒരു സംസാരം നമ്മളെ എന്താ പറയുക, വലിയ കാര്യമായിട്ട് സ്വാധീനിക്കണമെന്നുമില്ല. ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ഈ വിഷയത്തിൽ എന്താണ്, മനുഷ്യൻ ബലഹീനരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇവിടെ നമ്മളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ ആർക്കേ പറ്റത്തുള്ളൂ? നമ്മളുടെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ദൈവം നമ്മൾക്ക് വേണ്ടി മുറിയപ്പെട്ടവനാ അല്ലേ? കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി അവസാനത്തുള്ള തിരുരക്തം വരെ നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞു അല്ലേ? എന്താ പറയുക, നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, മുറിയപ്പെട്ടു, അങ്ങനെ പല വിധത്തിലും ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മളുടെ ദൈവം കടന്നു പോയവനാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് മാത്രമേ നമ്മളെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് ദൈവസന്നിധിയിലൊന്ന് തന്നെ ഇരിക്കുക. വേറെ ആരും വരണ്ട നമ്മളെ ശുശ്രൂഷിക്കാൻ, വേറെ ആരും വരണ്ട. നമ്മൾ തന്നെ ദൈവസന്നിധിയിലൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ഇരുന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവമേ, എൻ്റെ മനസ്സിനേറ്റ മുറിവുകളെ ഉണക്കുവാൻ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് നമ്മൾ ആ ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മളുടെ ഓർമ്മയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു പേപ്പറിൽ അങ്ങ് എഴുതിയിട്ട് നമ്മളത് ദൈവസന്നിധിയിൽ വയ്ക്കുക. ഇനി ഓർമ്മയില്ലാത്തത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് കൊടുക്കുക. കർത്താവേ, എന്താണ് എൻ്റെ ഹൃദയത്തിനേറ്റ ആ മുറിവിൻ്റെ കാരണം? എന്താണ് എനിക്ക് മനസ്സിലാകാത്തത്? ദൈവത്തിൻ്റെ കരത്തിലോട്ട് കൊടുക്കുക. എന്താണ് മുറിവിൻ്റെ കാരണം? കർത്താവേ, ആ അടിസ്ഥാനത്തെ കർത്താവേയും അവിടുന്ന് ഒന്ന് സൗഖ്യമാക്കണമേ. എൻ്റെ ഹൃദയത്തിനേറ്റ ആ അടിത്തട്ടിലെ മുറിവ് അല്ലേ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ മുറിവ് കർത്താവെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തിൻ്റെ കരത്തിലോട്ട് നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക അല്ലേ? മറ്റുള്ളവർ നമ്മളെ നിന്ദിച്ചത്, നമ്മളെ പരിഹസിച്ചത്, നമ്മളെ ഒറ്റപ്പെടുത്തിയത്, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്തായിട്ടുണ്ട്? മുറിവുകളായിട്ടുണ്ട് അല്ലേ? നമ്മൾ ആത്മാർത്ഥതയോടെ നിന്നിട്ട് നമ്മളോടൊക്കെ തിരിച്ചു കിട്ടാത്ത ആത്മാർത്ഥത, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്താണ്? മുറിവുകളായിട്ട് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത്, അതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ മുറിവുകളായിട്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ആത്മാർത്ഥമായി ഒന്നും ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. നമ്മളത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. അത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മൾക്കൊരു സൗഖ്യം നമ്മളുടെ ജീവിതത്തിൽ തരും. സൗഖ്യം മാത്രമല്ല, ഒപ്പം നമ്മൾക്ക് വലിയ കോൺഫിഡൻസ്, നമ്മൾക്ക് വലിയ ധൈര്യം, നമ്മൾക്ക് വലിയ സമാധാനം, വലിയ സന്തോഷം. അത് നമ്മൾക്ക് മാത്രമല്ല, നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, അതായത് നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങൾ വരുന്നത് കാണുവാനായിട്ട് നമ്മൾക്ക് കഴിയും കേട്ടോ. അതുകൊണ്ട് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മുടെ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് പോകുവാൻ എളുപ്പമാണ്. എന്നാൽ അവിടുന്ന് നമ്മൾക്ക് മുറിയപ്പെട്ട ആ അനുഭവങ്ങളെയൊക്കെ മായ്ച്ചു കളയുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ദൈവം എന്താണ്? ദൈവം നമ്മൾക്ക് വേണ്ടി മുറിയപ്പെട്ടവനാണല്ലേ? യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. അപ്പോൾ കുറച്ച് വചനങ്ങളൊന്ന് ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓർക്കുക, ജെറമിയ പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത്? അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്ന് വിളിക്കുക കൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിച്ചു നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ, മറ്റുള്ളവർ നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലോട്ടൊക്കെ പോയിട്ട് നമ്മൾ ഏകാന്തമായിട്ടിരിക്കുന്ന നമ്മളുടെ സിറ്റുവേഷനുകളുണ്ടല്ലേ, അവിടെയൊക്കെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം നമ്മളെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ മുറിവുകളെ ദൈവം ഉണക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിലൊക്കെ നമ്മളങ്ങ് ആശ്രയിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനം നമ്മളിൽ അങ്ങ് ക്രിയ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആ വചനം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് ആ വചനം ധ്യാനിച്ച് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ മുറിവുകളെ ഉണക്കുന്നവനായ ദൈവമുണ്ട്. ആ ദൈവം നമ്മളുടെ മുറിവുകളെ ഉണക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇനി അടുത്തത് നമ്മൾക്കറിയാം, ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം. അവിടെ ദൈവം നമ്മൾക്കൊരു പ്രോമിസ് തരികയാണ്. ആർക്കാ പ്രോമിസ് തരുന്നത്? മുറിയപ്പെട്ടവനാ ദൈവം ആ പ്രോമിസ് തരുന്നത് കേട്ടോ. ആ പ്രോമിസ് എന്താണ്? ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്നും യഹോവ തൻ്റെ വലങ്കയും തൻ്റെ ബലമുള്ള ഭുജവും തൊട്ട്
സത്യം ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് പല ഭൗതികാർത്ഥങ്ങളുമുണ്ട്. എന്നാൽ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കുന്ന ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നമ്മളുടെ ആ ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിലാണ് ഈ വചനം ക്രിയ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വചനമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളങ്ങ് ധ്യാനിച്ചങ്ങ് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്തതുണ്ട് യേശയ്യാപ്രവചനം 53:5. അതിനകത്ത് പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് നമ്മളുടെ ശരീരത്തിൻ്റെ സൗഖ്യമാകാം, മനസ്സിൻ്റെ സൗഖ്യമാകാം, എല്ലാം ഉണ്ട് അല്ലേ. അതെല്ലാം അതിനകത്ത് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ വചനങ്ങളൊക്കെ നമ്മളങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് സങ്കീർത്തനം 147:3. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ. അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളുടെ ആ ഒരു ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ എന്താ പറയുക പഴിപ്പിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾക്കറിയാം, ഒരു മുറിവുണ്ടെങ്കിലല്ലേ അതിന് നമ്മൾ മരുന്ന് വെച്ച് കെട്ടണം. കെട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പഴുത്ത് ഇങ്ങനെ വ്രണമായിട്ട് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾക്കും എന്താ പറയുക ഇറിറ്റേഷനാകും, അത് കാണുന്നവർക്കും ഇറിറ്റേഷനാകുന്ന വിധത്തിലോട്ട് അത് മാറും അല്ലേ. അത് ആ വൂൺസ് എന്താണ്, അത് വലുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ തിരിച്ചറിയുക, ദൈവമേ എൻ്റെ മനസ്സിനേറ്റ മുറിവുകൾ ഇന്ന വിഷയങ്ങളിൽ ഞാൻ മുറിയപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളാകാം. നമ്മൾക്ക് ദേഷ്യം, നമ്മൾക്ക് മറ്റുള്ളവരോട് പക, വിദ്വേഷം, പിണക്കം, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മളുടെ ഹൃദയത്തിന് മുറിവേൽക്കുമ്പോഴാണ് വരുന്നതല്ലേ. അപ്പോൾ ഈ സിറ്റുവേഷനുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നമ്മൾ തിരിച്ചറിയുക, രണ്ടാമത് നമ്മളത് ദൈവത്തിൻ്റെ കാര്യത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക, മൂന്നാമത് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അതിന്മേൽ നമ്മൾ ജയം ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. ഓർക്കുക, നമ്മൾ ചിലപ്പോൾ ചില ധ്യാനങ്ങൾക്കോ ചില എന്താ പറയുക കൗൺസിലിങ്ങുകൾക്കോ അതിനൊക്കെ നമ്മൾ പോകും കേട്ടോ. പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പരിധി വരെ ഒരു 75% ഒരു എന്താ പറയുക അന്നാരത്തെ ഒരു ഇമോഷൻസ് ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ പഴയ പടിയിലോട്ട് പോകുവാനുള്ള ചാൻസുകളുണ്ട്. എന്നാൽ നമ്മളുടെ ദൈവം നമ്മളെ സൗഖ്യമാക്കിയാൽ എങ്ങനെയാണ്? അതിന് എന്നേക്കുമായിട്ട് മായ്ച്ചു കളയും. അത് പിന്നെ ഒരിക്കലും നമ്മളെ എന്താണ് മുറിപ്പെടുത്തുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആ ഒരു മുറിവുകളെ ഉണക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മളൊന്ന് ശ്രമിക്കണം കേട്ടോ. അതിന് നമ്മൾ ശ്രമിച്ച ഒരു ഇന്നർ ഹീലിങ്സ് നമ്മൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, നമ്മൾക്കത് അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മൾ പരാജയപ്പെട്ട് കിടക്കുന്ന പല മേഖലകളിലും നമ്മൾക്ക് ജയം ലഭിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ നമ്മളുടെ ഡോക്ടറാകാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഡോക്ടർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മളത് കണ്ടെത്തണം അല്ലേ. അതിൻ്റെ ആ ഒരു മുറിവുകൾ പറ്റിയത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ചികിത്സ നടത്തണം. ആ ചികിത്സ ആരാണ് നമ്മൾക്ക് തരുന്നത്? നമ്മളുടെ ദൈവം അല്ലേ. ഏറ്റവും വലിയ ഹീലർ ആരാണ്? നമ്മളുടെ ദൈവമാണ് അല്ലേ. നമ്മളുടെ ദൈവമാണ് ഡോക്ടർമാരുടെ ഡോക്ടർ. അതുകൊണ്ട് ആ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ഓർക്കുക, നമ്മൾ മനുഷ്യരോട് നമ്മൾ ഷെയർ ചെയ്യാൻ പോയി കഴിയുമ്പോൾ അത് പല വിധത്തിൽ അത് നമ്മൾക്ക് ദോഷമാകാറുണ്ടല്ലേ. ഒന്നെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. ഇനി രണ്ടാമത് ചിലപ്പോൾ അവർക്കത് നിസ്സാരമായിട്ട് തോന്നാം. മൂന്നാമത് അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യൂ എന്നുള്ളൊരു ഭയം നമ്മളുടെ ജീവിതത്തിൽ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ആ ദൈവത്തെ നമ്മൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് പറ്റും. അതുമാത്രമല്ല, പൂർണ്ണമായൊരു ട്രീറ്റ്മെൻറ്റ് തരുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയത്തുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. വിശ്വാസ ജീവിതങ്ങളും ആത്മീയ ജീവിതങ്ങളും ഒന്നും ഇതിൻ്റെ പേരിൽ, മുറിയപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ വിട്ടിട്ട് എറിഞ്ഞു പോകേണ്ട കാര്യമില്ല. അത് നമ്മൾ ഹീലറായിട്ടുള്ള ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു ഹീലിങ്സ് ദൈവം നമ്മൾക്ക് തരും കേട്ടോ. അതിന് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങൾ ഏറ്റുപറയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.